അപ്പോൾ കുറേ മാങ്ങ അധികമുണ്ട്, നമുക്ക് ഗ്യാസും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു പരിപാടി ചെയ്യാമെന്ന് കരുതി. മാംഗോ സാഗോ അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ പേര്, അതുണ്ടാക്കാമെന്ന് കരുതി. അതിന് ഞാൻ ഓൾറെഡി ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കുഴയുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ, എൻ്റെ അത്യാവശ്യം കുഴഞ്ഞു പോയി, എന്താണെന്നറിയില്ല. എന്നിട്ട് നമുക്ക് മാങ്ങ കുനുകുനാന്ന് കട്ട് ചെയ്തത് അതിനകത്തോട്ടാണ്. പിന്നെ നമ്മൾ തണുത്ത പാലാണ് ഞാൻ ഒഴിച്ചത്. തണുത്ത പാലോട് ഒഴിച്ചതിന് ശേഷം ഞാൻ ബാലൻസ് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അരച്ചെടുക്കണം, അരച്ച് വെച്ചിട്ടെടുക്കാം. ഞാൻ ഈ അരിഞ്ഞ കൂട്ടത്തിലെല്ലാം അങ്ങ് മാറ്റി വെച്ചു. അങ്ങനെ നല്ല രീതിയിൽ അരച്ചെടുത്തോണ്ട് വരിക. ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, പാലൊഴിച്ചു അരയ്ക്കാം കേട്ടോ. ഞാൻ പാൽ ഓൾറെഡി ഇതിനകത്ത് ഒഴിച്ചത് കൊണ്ടാണ് മാങ്ങ തന്നെ സെപ്പറേറ്റ് നല്ല രീതിയിൽ അടിച്ചൊഴിച്ചു. സ്പൂണും കൊണ്ട് വരാത്തതൊക്കെ കൈ കൊണ്ടൊന്ന് വടിച്ചൊക്കെ ഇട്ട് എന്നിട്ട് 3-4 ഐസ് ക്യൂബ് ഇട്ടിട്ട് മിൽക്ക് മെയ്ഡ്, ഓൾറെഡി നമ്മുടെ മാങ്ങയ്ക്ക് അത്യാവശ്യം മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡേ ഒഴിച്ചിട്ടുള്ളൂ. നല്ല മധുരം വേണ്ടവർ നല്ല രീതിയിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ചവ്വരിക്ക് പശ കൂടുതലാണോ അതോ ഇനി വെന്ത് പോയതാണോ, ഇച്ചിരി കട്ട കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇളക്കുന്നതിനനുസരിച്ച് ഉണ്ട കെട്ടി കിടക്കുക. പിന്നെ അതെല്ലാം ഉടച്ച് സ്പൂണിട്ട് കോരി ഒഴിച്ചപ്പോഴേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല, നിറയുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ഒഴിച്ച് വലിയ വക്കുള്ള ബൗളായതുകൊണ്ട് അവിടെ എല്ലാം വീണ്. ഞാനിത് കുടിച്ചിട്ടൊക്കെ വരുമ്പോൾ തന്നെ എൻ്റെ ഗ്യാസൊക്കെ ഉണങ്ങി കട്ട പിടിച്ച് അവിടെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ അത് തുടച്ച് മാറ്റി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി. സൂപ്പർ സാധനം. കുടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ കഷ്ണമായിട്ട് കിടക്കുന്നത്, അത് കോരി കഴിച്ചിട്ട് കുടിക്കണം, അതാ സൂപ്പർ. അതുകൊണ്ട് ഞാൻ സ്ട്രോ ഒന്നും എടുക്കാം, ഞാൻ കോരി കുടിച്ചിട്ട് വേണമല്ലോ. ആ സ്ട്രോ ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ മാങ്ങയൊന്നും വരത്തില്ല. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ, കുറച്ചുകൂടെ മധുരം വേണമായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.